അപ്പോൾ ശ്രീധുവിന് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് ലാലേട്ടൻ പറയുന്ന ഒരു വീക്കെൻഡ് ആയിരിക്കുമോ ഇന്ന് എന്നുള്ളത് പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങളെല്ലാവരും വോട്ടിംഗ് ഒക്കെ ഏകദേശം കണ്ടിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് പ്രകാരം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെ പുറത്തു പോകും എന്നുള്ളതാണ്. 2 എവിക്ഷൻ എന്തായാലും നടക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് നമ്മുടെ റസ്മിനെ പുറത്താക്കി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു എവിക്ഷൻ കൂടി ഉണ്ടാകും അടുത്തന്നെന്ന്. അപ്പോൾ അത് ആ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇന്ന് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റുകളിൽ ഒരാളാണ് ശ്രീധു. അതോടൊപ്പം തന്നെ നമ്മുടെ അപ്സരയ്ക്കാണ് ഏറ്റവും കുറവ് വോട്ട്. പിന്നെ ഋഷിയും അതുപോലെ തന്നെ ശ്രീധുവും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഋഷി കുറച്ചും കൂടി ശ്രീധുവിനെ കയറി പോയിട്ടുണ്ടെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും ശ്രീധുവും അപ്സരയും തന്നെയാകും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുക. 2 എവിക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു എവിക്ഷനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ വോട്ടുമായിട്ട് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് അപ്സരയാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളുള്ളത് മുന്നോട്ട്. അപ്പോൾ ഓരോരോ മത്സരാർത്ഥികളുടെയും പെർഫോമൻസ് അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്രകൾ. പ്രത്യേകിച്ച് പ്രേക്ഷകരുടെ കയ്യിലാണ് ഇനി എല്ലാം കിടക്കുന്നത്. ജിൻഡോ ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം സ്ഥാനം ജാസ്മിൻ, 3ാം സ്ഥാനം അഭിഷേക്, 4ാം സ്ഥാനം അർജുൻ, 5ാം സ്ഥാനത്ത് അൻസിബ, 6ാം സ്ഥാനത്ത് ഋഷി. ഇങ്ങനെയാണ് ഇപ്പോൾ ശരിക്കും വോട്ടിങ്ങിൻ്റെ ഒരു ലിസ്റ്റ് ഇന്നലെ നൈറ്റിൽ ഞാനൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നോക്കിയപ്പോൾ കണ്ടത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക. ശ്രീധു പോകുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും 2 എവിക്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പാണ് ഈ 2 പേരാകും. ഇനി ഋഷി കയറി താഴോട്ട് പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഋഷി മുകളിൽ തന്നെയാണ് ശ്രീധുവിൻ്റെ. എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം വേറെ എന്തൊക്കെയാണ് ലാലേട്ടൻ പറയാൻ പോകുന്നത്. നമുക്ക് അറിയില്ല, എന്തെങ്കിലുമൊക്കെ വേറെ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. ഇന്ന് രാവിലെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഷൂട്ടിങ്ങിന് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ബിഗ് ബോസ് വീട് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ലൈവ് അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഞാൻ വരണ്ട്. ഓക്കെ, ബൈ.